ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാസർഗോഡൻ ചറുമുറു. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ചെറിയ പച്ചമുളക് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതും നമ്മൾ നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ചെറുതായി കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ചറുമുറു. ഞാനിത് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണെന്ന് പറയുന്നതൊക്കെ കേൾക്കാം. ഏതായാലും ഇന്ന് നമുക്കിതൊന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ചാറ്റ് മസാലയാണ്. പിന്നെ അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടെ വേണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉത്സവത്തിൻ്റെ അന്ന് വാങ്ങിച്ച പൊരിയാണ് ഇട്ട് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നാരങ്ങ ഉണ്ടായിരുന്നില്ല, പകരം നമ്മൾ വിനാഗിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉത്സവത്തിൻ്റെ അന്ന് വാങ്ങിച്ച നമ്മുടെ പൊരി അത് തണുത്ത് പോവാതെ വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. തണുത്ത പൊരി ആകുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. കറുമുറായിട്ട് കടിച്ച് തന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള പൊരി ഇപ്പോൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം മിക്സാക്കി എടുക്കണം. എന്നാലും ഈ പൊരി ഉണ്ടല്ലോ, ആ പൊരീൻ്റെ ആ ടേസ്റ്റ് പോവുകയും ചെയ്യരുത്, തണുക്കരുത് വല്ലാണ്ട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റോടു കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ കഴിക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുരുമുളകും പൊടി ഇടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും തോന്നുന്നു. പിന്നെ നമ്മൾ ചേർത്തിട്ടില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ അപ്പം നമ്മളെ നിയമോളാണ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവൾ പറഞ്ഞു. ഞാനും കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ നിഷിക്കുട്ടനും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിഷിക്കുട്ടനും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.